നമസ്കാരം, ഞാൻ അനൂപ് സിംഗ്. ഇന്ത്യൻ സിനിമാ രംഗത്ത് ഡ്രോൺ പൈലറ്റായി വർക്ക് ചെയ്യുന്നു. DGCAയുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ സജീവമായി സിനിമകളിൽ വർക്ക് ചെയ്തു വരുന്നു. ഏകദേശം 200ഓളം സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കരിയറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 2013 ഫാൻറ്റം 3 എന്നുള്ള ഡ്രോണിന് ശേഷം 2014 ഇൻസ്പയർ 1 ആ ഡ്രോൺ വന്നു. അത് കഴിഞ്ഞ് 2016 ഇൻസ്പയർ 2 എന്നുള്ളൊരു ഡ്രോൺ വന്നു. ഈ ഡ്രോൺ വന്നു കഴിഞ്ഞ് 2016 കഴിഞ്ഞ് ഏകദേശം 20 വരെയുള്ള കാലഘട്ടം മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ, ലോക സിനിമയിൽ നിരവധി പേര് ഡ്രോണുകൾ മേടിച്ച് ധാരാളം ഫ്ലൈയിങ്ങും നമുക്ക് ഗവൺമെൻറ്റിന് ഒരു ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഡ്രോണിൻ്റെ ഉപയോഗം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 2021 ഡ്രോൺ റൂൾസ് എന്നുള്ളൊരു നിയമം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നു. അങ്ങനെ ഡ്രോണുകളെ മൊത്തം 5 കാറ്റഗറിയായിട്ട് തരംതിരിച്ചു. 0 ഗ്രാം മുതൽ 250 ഗ്രാം വരെ, അതായത് ഇത്രയും വെയിറ്റുള്ള ഡ്രോണുകളെ നാനോ കാറ്റഗറിയിലും, ആ കാറ്റഗറിയിൽ ഫ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഡ്രോണിന് രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമില്ല. ഇത് പറത്തുന്ന പൈലറ്റിന് നമുക്ക് DGCA അംഗീകൃത ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവർക്ക് സ്വകാര്യ സ്ഥലത്ത് ഈ ഡ്രോൺ ഉപയോഗിക്കാം. എന്നാൽ പൊതുസ്ഥലത്ത് ഏത് ഡ്രോൺ ഫ്ലൈ ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. അപ്പോൾ DGCAയുടെ 5 കാറ്റഗറി നമ്മൾ 2021 ഡ്രോൺ റൂൾസ് പ്രകാരം 5 കാറ്റഗറിയിൽ ഡ്രോണുകളെ തരംതിരിച്ചു. 0 ഗ്രാം മുതൽ 250 ഗ്രാം വരെ നാനോ കാറ്റഗറി, 250 ഗ്രാം മുതൽ 2 കിലോ വരെ മൈക്രോ കാറ്റഗറി, 2 കിലോ മുതൽ 25 കിലോ വരെ സ്മോൾ കാറ്റഗറി, 25 കിലോ മുതൽ 150 കിലോ വരെ മീഡിയം കാറ്റഗറി, 150 കിലോയ്ക്ക് മുകളിൽ ലാർജ് കാറ്റഗറി. ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചതിൽ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള നാനോ ഡ്രോൺ, അതായത് 249 ഗ്രാം, ഇതിന് നമുക്ക് ലൈസൻസ് ആവശ്യമില്ല. ഇത് ഫ്ലൈ ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമില്ല, ഡ്രോണിന് രജിസ്ട്രേഷനും ആവശ്യമില്ല. ഇതിനു മുകളിലുള്ള എല്ലാ ഡ്രോണുകൾക്കും അതാത് കാറ്റഗറൈസേഷനുള്ള വെയിറ്റിനനുസരിച്ചുള്ള രജിസ്ട്രേഷനും അതുപോലെ അത് ഫ്ലൈ ചെയ്യുന്നതിന് പൈലറ്റുകൾക്ക് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇന്ത്യയിൽ നിരവധി പേര് ഡ്രോൺ രംഗത്ത് വന്നിട്ട് സിനിമാ രംഗത്തും നമ്മളുടെ മൾട്ടിമീഡിയ രംഗത്തും വെബ് സീരീസ് അങ്ങനെയുള്ള രീതിയിലാണ് ഡ്രോണുകൾ ആദ്യം കൂടുതൽ പ്രചാരം വന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി പിന്നീട് ഇന്ത്യയിൽ ഡ്രോൺ നിർമ്മാണ കമ്പനികൾ ആരംഭിക്കുകയും ഇന്ത്യ ഗവൺമെന്റ് അത് വലിയൊരു സാങ്കേതികമായ വളർച്ച ആ രംഗത്തേക്ക് വരികയും ഇപ്പോൾ 100-ലധികം കമ്പനികൾ ഡ്രോൺ നിർമ്മാണ രംഗത്തേക്ക് വന്ന് ഇവിടെ ഏകദേശം 35,000-ഓളം ഡ്രോണുകൾ നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ UIN നമ്പർ കരസ്ഥമാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ ഈ ഡ്രോൺ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഏകദേശം 200 എണ്ണത്തോളം ഉണ്ട്. ആ 200 സ്ഥാപനങ്ങളിലായി 14,000-ഓളം പൈലറ്റുമാർ ഇതുവരെ പഠിച്ചിറങ്ങി കഴിഞ്ഞു. അപ്പൊ ഇത്തരം സാധ്യതകൾ കണ്ടപ്പോൾ ഗവൺമെന്റ് വീണ്ടും ഡ്രോൺ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രോൺ നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ഡ്രോൺ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് സിനിമ, സീരിയൽ, വെബ് സീരീസ്, ആൽബം, അതുപോലെ ട്രാവലോഗ്, ഇത്തരം കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മൾട്ടിമീഡിയ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡ്രോണുകളും അതുപോലെ തന്നെ കൃഷി, ഡിഫൻസ്, മിലിറ്ററി, ലോജിസ്റ്റിക് അങ്ങനെയുള്ള നിരവധി വിഭാഗങ്ങളിൽ പെടുന്ന ഡ്രോണുകളും ഇത് തമ്മിൽ ഒരേ നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ മറ്റു വിഭാഗം, ജനറൽ വിഭാഗത്തിൽ വരുന്ന ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം കമ്പനികൾ ഇന്ത്യയിൽ വന്നെങ്കിലും ഒരു നിയമം വരുമ്പോൾ ഈ ജനറൽ വിഭാഗത്തിലേക്ക് വിദേശ ഡ്രോണുകൾ വരാതിരിക്കാനും വിദേശമായ നിർമ്മിതികൾ ഉൾപ്പെടാതിരിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നിയമം വെച്ച് കഴിയുമ്പോൾ ഈ വിഭാഗം, അതായത് ക്യാമറ വിഭാഗത്തിൽ പെടുന്ന ഡ്രോണുകൾ, അതായത് ക്യാമറ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്യാമറ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ ക്യാമറ വിഭാഗത്തിലെ ഡ്രോണുകൾ നമ്മൾ ഈ കാറ്റഗറിയോട് കൂടിയിട്ട് ഉള്ള ഒരുമിച്ചൊരു നിയമം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വിദേശത്ത് നിന്ന് ഒന്നും ഇറക്കരുതെന്ന് പറഞ്ഞാൽ
ഈ ക്യാമറ ഇല്ലാതെ പിന്നെ നമ്മളെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ അത് നിരവധി തൊഴിൽ നഷ്ടം ഉണ്ടാക്കും. ഡ്രാഫ്റ്റ് സിവിൽ ഡ്രോൺ റൂൾ 2025 എന്നുള്ള പേരിൽ ഈ സെപ്റ്റംബർ മാസം 16-ാം തീയതി ഒരു കരട് വിജ്ഞാപനം ഇവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡ്രോൺ സംബന്ധമായ നമ്മളുടെ ആശങ്കകൾ, പരാതികൾ, അതുപോലെ അഭിപ്രായങ്ങൾ എല്ലാം കൂടിയിട്ട് ഗവൺമെന്റിന്റെ DGCAയുടെ ഒരു 2 ഇമെയിൽ വഴി നമുക്ക് അറിയിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്കും മൾട്ടിമീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഡ്രോൺ ഉൽപാദന കമ്പനിക്കാർക്കും ഡ്രോൺ ട്രെയിനിങ് കൊടുക്കുന്നവർക്കും ഡ്രോണുമായി ബന്ധപ്പെട്ട കൃഷി എല്ലാവർക്കും ഇതിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പൊ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളും അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന ഡ്രോണുകളും ഒരേ കുടക്കീഴിൽ പെടുത്തിയിട്ട് എല്ലാത്തിനും കൂടി കോമൺ നിയമങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആധുനിക ക്യാമറകളുള്ള ഇത് നമുക്ക് ഡ്രോണുകൾ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ആ ഇമെയിലിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ ഈ രംഗത്തുള്ള ഒരാളും വിമുഖത കാണിക്കരുത്. മറ്റൊരു കാര്യം, ഞാൻ ITI ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ITIയിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാമറ മെക്കാനിക്കായിരുന്നു. പിന്നീട് വീഡിയോഗ്രാഫറായി. അതിനുശേഷം നമ്മളുടെ ഈ ഡ്രോണിലേക്ക് 10 വർഷം മുമ്പ് വന്നു. ഡ്രോണിന്റെ ഏറ്റവും ആദ്യം മുതലുള്ള ഡ്രോണുകൾ ഫ്ലൈ ചെയ്യുന്നതും റിപ്പയർ ചെയ്യുന്നതുമായ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഇലക്ട്രോണിക്സിന്റെ മെക്കാനിക്കൽ പണിയും കൂടി ചെയ്യുന്ന ഒരാളാണ്. അതുകൂടാതെ ഡ്രോണുകളുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നിരവധി സഹകരണത്തോടെ നിരവധി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ കൂട്ടത്തിൽ നമ്മളുടേതായ ഒരു കമ്പനി നമ്മളുടെ ഡ്രോണുകൾ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡ്രോണുകൾ ഉൽപ്പാദനമുണ്ട്, ഡ്രോണുകൾ ഫ്ലൈ ചെയ്യുന്നതുണ്ട്, ഡ്രോണുകൾ റിപ്പയർ ചെയ്യുന്നതുണ്ട്, ഡ്രോണുകളുടെ ട്രെയിനിങ്. ഇത്തരം വിപുലമായ ഒരു ഗ്രൂപ്പാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്തരം ആൾക്കാരുകളിൽ നിരവധി പേര് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ തൊഴിലിന് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു നിയമം വരികയാണെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നല്ല അഭിപ്രായങ്ങൾ ഗവൺമെന്റിലേക്ക് അറിയിച്ച് ആ നിയമത്തിൽ ആരോഗ്യകരമായൊരു മാറ്റം വന്നില്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുകൾക്ക് തടസ്സം വരും. അപ്പൊ മുമ്പത്തെ ഡ്രോണുകൾ എല്ലാതും നമ്മൾക്ക് UIN നമ്പർ കിട്ടിയിരുന്നു. അതായത് ഈ നമ്മുടെ ഇൻസ്പയർ 1ഉം ഇൻസ്പയർ 2ഉം UIN നമ്പർ ഇവിടെ DGC അംഗീകാരത്തോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇൻസ്പയർ 3 എന്നുള്ള കാറ്റഗറി വന്നപ്പോൾ അതിൽ UIN നമ്പർ കൊടുക്കുന്നതിന് ഒരു നിയന്ത്രണം വരുത്തി അത് EX കാറ്റഗറിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമങ്ങളെല്ലാം വരുമ്പോൾ ഈ പുതിയ ഡ്രോണുകൾ കൂടി ഉപയോഗിക്കാനുള്ള രീതിയിൽ നമുക്ക് വന്ന് എല്ലാത്തിനും UIN നമ്പർ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രംഗത്ത് വർക്ക് ചെയ്യണ നിരവധി പേർക്ക് ധാരാളം തൊഴിൽ നഷ്ടം വരും. അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി സിനിമ, അതുപോലെ തന്നെ വെബ് സീരീസ്, ട്രാവലോഗ്, മൾട്ടിമീഡിയ രംഗത്തുള്ള ഡ്രോണുകളും അഗ്രികൾച്ചറൽ, ഡിഫൻസ്, ഹെൽത്ത് കെയർ, മാപ്പിംഗ് അത്തരം ഡ്രോണുകളും 2ആയി തരംതിരിച്ച് ഒരു നല്ലൊരു നിയമം ഇവിടെ വന്ന് ഇരു കൂട്ടർക്കും സുഗമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.